നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് മഴ കനക്കുന്നു. തൃശൂരിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഒളിവിൽ തുടരുന്നു. കൊല്ലപ്പെട്ട രേഖയുടെ രണ്ടാം ഭർത്താവ് കോട്ടയം സ്വദേശി പ്രേംകുമാറിനായി തെരച്ചിൽ ഊർജിതം. അകമലയിൽ അടച്ചുപൂട്ടിയ വനം വകുപ്പ് ഓഫീസും വെറ്റിനറി ക്ലിനിക്കും സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും വിഹാര കേന്ദ്രമായി മാറി. ഫോറസ്റ്റ് സ്റ്റേഷൻ അടയ്ക്കാൻ കാരണമായത് ജീവനക്കാർക്കിടയിലെ യൂണിയനുകൾ തമ്മിലുള്ള തർക്കം. ചൂണ്ടൽ മരത്തങ്കോട് റോഡിൽ പുതുശ്ശേരിയിൽ ഓടിക്കൊണ്ടിരിക്കെ ടോറസ് ലോറിക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു. കുന്നംകുളം തൃശൂർ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി ചേലക്കരയിലേക്ക് മെറ്റെടുക്കാൻ പോകുന്നതിനിടെയാണ് സംഭവം. മരം വീണതോടെ മേഖലയിൽ വൈദ്യുതി ബന്ധം താറുമാറായി. ശക്തമായ കാറ്റിലും മഴയിലും ഗുരുവായൂർ പഞ്ചാരമുക്കിൽ തെങ്ങും ഇലക്ട്രിക് പോസ്റ്റുകളും ഒടിഞ്ഞു വീണു. പഞ്ചാരമുക്ക് ഇ കെ നായനാർ റോഡിലാണ് 2 തെങ്ങുകളും വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞു വീണത്. തൃശൂർ കോർപ്പറേഷൻ കൂർക്കഞ്ചേരി സോണൽ ഓഫീസ് യാത്രാ സൗകര്യമില്ലാത്ത നെടുപുഴയിലേക്ക് മാറ്റുന്നതിനെതിരെ മേയറുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് കൗൺസിലർമാർ. ജനങ്ങൾക്ക് യാത്രാ ദുരിതവും സാമ്പത്തിക നഷ്ടവും വരുത്തുന്ന ദൂരസ്ഥലത്തേക്ക് മാറ്റുന്നതിലാണ് എതിർപ്പെന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ. പുതിയ അധ്യയന വർഷം ആരംഭിച്ചതോടെ സ്കൂളുകളുടെ സമയക്രമത്തിൽ മാറ്റം. ഹൈസ്കൂൾ വിഭാഗത്തിൽ ക്ലാസുകളുടെ സമയത്തിലാണ് മാറ്റം വരുത്തി സർക്കാർ ഉത്തരവിറക്കിയത്. 8 മുതൽ 10 വരെയുള്ള ക്ലാസുകൾക്ക് രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെയാണ് പുതിയ പ്രവർത്തന സമയം. വടമ അഷ്ടമിച്ചിറ പ്രദേശത്തെ മാലിന്യ പ്രശ്നത്തിൽ BJP മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. BJP സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാളയിലെ യഹൂദ സിനഗോഗിന്റെ മേൽക്കൂര അപകടാവസ്ഥയിലായതായി പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ. പരാതിയുടെ അടിസ്ഥാനത്തിൽ മാള പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശത്തിൽ പരിശോധന നടത്തി. യാത്രക്കാർക്ക് ടിക്കറ്റ് ബുക്കിംഗിന് പുതിയ ആപ്പുമായി ഇന്ത്യൻ റെയിൽവേ. സ്വാറയിൽ എന്നാണ് പുതിയ ആപ്പിന്റെ പേര്. ആൻഡ്രോയിഡ് ഡിവൈസുകളിലും iOS ഡിവൈസുകളിലും ആപ്പ് ലഭ്യമാണ്. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ ഭക്ഷ്യവിഷബാധയുണ്ടായ സാഹചര്യത്തിൽ ചികിത്സ തേടിയ കുട്ടികൾക്ക് ധനസഹായം ഉണ്ടാകണമെന്ന് ഇടം സാംസ്കാരിക വേദി. ഈ ആവശ്യം ഉന്നയിച്ച് വിദ്യാഭ്യാസ മന്ത്രി, ആരോഗ്യമന്ത്രി, ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവർക്ക് സംഘടന നിവേദനം നൽകി. കൊടുങ്ങല്ലൂരിൽ ബൈക്ക് മോഷണം പോയി. ചന്തപ്പുരയിൽ ഇന്ദിരാഭവൻ പരിസരത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന KL 42 R 87 41 എന്ന നമ്പറുള്ള ഡ്യൂക്ക് ബൈക്കാണ് മോഷണം പോയത്. കളഞ്ഞുകിട്ടിയ പണവും പേഴ്സും തിരികെ നൽകിയ ആളൂരിലെ BJP പ്രവർത്തകർ. തിരുത്തിപ്പറമ്പ് വെള്ളാംചിറ റോഡിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് 13,120 രൂപയും മറ്റു രേഖകളും അടങ്ങിയ പേഴ്സ് BJP പ്രവർത്തകർക്ക് ലഭിച്ചത്. തൃശൂർ പറവട്ടാനി വിമലനാഥ പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പ് പ്രതിഷ്ഠയും ഊട്ടുതിരുനാളും വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി നടക്കും. ശനിയാഴ്ച നടക്കുന്ന തിരുശേഷിപ്പ് പ്രതിഷ്ഠയ്ക്കും കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്കും തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ കാർമ്മികത്വം വഹിക്കും. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലേക്ക് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി വെള്ളം ശുദ്ധീകരിക്കുന്നതിനായുള്ള UV ഫിൽട്ടർ സൗകര്യം ഒരുക്കി നൽകും. സ്കൂളിൽ ഭക്ഷ്യവിഷബാധയുണ്ടായ സാഹചര്യത്തിലാണ് UV ഫിൽട്ടർ സ്ഥാപിക്കുന്നതെന്ന് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ലബീബ് ഹസൻ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കയ്പമംഗലം നിയോജക മണ്ഡലം കൺവെൻഷൻ 3 പീടിക വ്യാപാര ഭവനിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കൂടെയുണ്ട് കരുത്തേകാൻ പദ്ധതിയുടെ ഭാഗമായി മുണ്ടത്തിക്കോട് NSS വെങ്കട്ടറാങ്ങം ഹയർ സെക്കൻഡറി സ്കൂളിൽ സെമിനാർ നടന്നു. പ്രിൻസിപ്പൽ GP ശ്രേയസ് അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് ബാർബർ ആൻഡ് ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം ചന്തപ്പുരയിൽ നടന്നു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനിൽ ഉദ്ഘാടനം ചെയ്തു. അമ്മാടം കിഴക്കേ കപ്പേള പള്ളിയിലെ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജെയിംസ് ഇഞ്ചൊടിക്കാരൻ കൊടിയേറ്റം നിർവഹിച്ചു. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ കൊടിയേറ്റം നിർവഹിച്ചു. ചെർപ്പ് CNN ബോയ്സ് വിദ്യാലയത്തിൽ IT ലിറ്റിൽ കൈറ്റ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൈബർ സുരക്ഷാ ക്ലാസ് സംഘടിപ്പിച്ചു. ഹെഡ് മിസ്ട്രസ് PM രജനി അധ്യക്ഷത വഹിച്ചു.
സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ അധീനതയിലുള്ള തളിയേക്കോണം ബാപ്പുജി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നിലച്ചു. നിർമ്മാണം ഉടൻ പൂർത്തീകരിച്ചില്ലെങ്കിൽ ജനങ്ങളെ മുൻനിർത്തി സമരം നടത്തുമെന്ന് വാർഡ് കൗൺസിലർ ടി.കെ. ഷാജു. LDF തൃശൂർ ജില്ലാ കൺവീനറായി P.K. ചന്ദ്രശേഖരനെ തെരഞ്ഞെടുത്തു. LDF യോഗത്തിൽ CPI ജില്ലാ സെക്രട്ടറി K.K. വത്സരാജ് അധ്യക്ഷനായിരുന്നു. കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ച വിങ്കടങ്ങ് തൊയ്ക്കാവ് സ്വദേശി മാടക്കായിൽ മുഹമ്മദിന്റെ ഭാര്യ ജസ്നയുടെയും മകൾ റൂഹി മെഹറിന്റെയും മൃതദേഹം വെള്ളിയാഴ്ച നാട്ടിലെത്തിച്ചേക്കും. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജസ്നയുടെ ഭർത്താവ് മുഹമ്മദ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ക്ഷീരവികസന വകുപ്പിന്റെയും എളവള്ളി ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിന്റെയും ആഭിമുഖ്യത്തിൽ ക്ഷീരസമ്പർക്ക സംഗമം നടത്തി. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്തിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച പഞ്ചായത്തുകൾക്കും ഏറ്റവും മുതിർന്ന തൊഴിലാളികൾക്കുമുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. അടിപ്പാത നിർമ്മാണം നടക്കുന്നത് മൂലമുണ്ടാകുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്ക് കാരണം ടോൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഇടക്കാല ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. വെള്ളിയാഴ്ച വിശദീകരണം ബോധിപ്പിക്കാൻ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. വടക്കാഞ്ചേരി ഡോക്ടർ പൽപ്പു ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ +2 പരീക്ഷയിൽ ഫുൾ A+ കരസ്ഥമാക്കിയ INTUC തൊഴിലാളി പൂവത്തിങ്കൽ സുലൈമാന്റെ മകൾ തഹ്സീനയെ വസതിയിലെത്തി ആദരിച്ചു. പൽപ്പു ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ ഋഷി പൽപ്പു, ഫൗണ്ടേഷൻ PRO വറീദ് ചിറ്റിലപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നാട്ടിക നിയോജക മണ്ഡലം കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. പഴുവിൽ നടന്ന കൺവെൻഷനിൽ നിയോജക മണ്ഡലം ചെയർമാൻ KK ഭാഗ്യനാഥൻ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം തെക്കേപ്പുറത്ത് ഗൃഹനാഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ശ്രാമ്പിക്കൽ വീട്ടിൽ 62 വയസ്സുള്ള പ്രസാദിനെയാണ് വീടിന് സമീപത്തെ പറമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.